നമസ്തേ, ഓം ശക്തി. ഹിന്ദു എന്ന പദം വൃദ്ധസ്മൃതി പ്രകാരം ഹിംസയാ ദൂയതേയാശ്ച സദാചാരേഷു തത്പര വേദ ഗോ പ്രതിമാസേവി സ ഹിന്ദുമുഖ ശബ്ദഭാഗ് എന്നാണ് വൃദ്ധസ്മൃതി പറയുന്നത്. അതായത് ഹിംസയിൽ നിന്നും അകന്നു നിൽക്കുന്നവർ, ഹിംസ എന്നാൽ എന്തെന്ന് അറിയാത്തവരാണ് ഹിന്ദുക്കൾ. സദാചാരേഷു തത്പര, സദാചാരത്തിൽ തത്പരരായിരിക്കും. അതായത് സദാചാരം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി, നമ്മളുടെ വാക്ക്, നമ്മളുടെ ചിന്ത, നമ്മളുടെ കർമ്മം, ഇതിനെ എല്ലാം ചേർത്തിട്ടാണ് സദാചാരം എന്ന് പറയുന്നത്. അപ്പോൾ സദാചാരത്തിൽ തത്പരരായിട്ടുള്ളവർ, പിന്നെ വേദ ഗോ പ്രതിമാസേവി, വേദത്തെയും ഗോവിനെയും, ഗോ എന്ന് വെച്ചാൽ പശു എന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്. അപ്പോൾ പശുവിനെയും, പിന്നെ പ്രതിമാസേവി, പ്രതിമ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാത്തിനെയും ഒരു പ്രതിമ, നമ്മുടെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന, അപ്പുറത്ത് നിൽക്കുന്ന എല്ലാത്തിനെയും പ്രതിമ എന്ന് പറയും. അതിനെ എല്ലാത്തിനെയും, അതായത് സകല ചരാചരങ്ങളെയും സേവിക്കുവാനായിട്ട് മനസ്സുള്ള ആളെയാണ് ഹിന്ദു എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിന്ദു അഹിംസ എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. അഹിംസ പരമോധർമ്മ, എന്നാലോ ധർമ്മ ഹിംസ തഥൈവച, നമ്മുടെ ഹിന്ദു ധർമ്മത്തെ ഹിംസിക്കുന്നത് കണ്ട് നോക്കി നിൽക്കുന്നതും ഹിംസയാണ്. അപ്പോൾ ഹിംസിക്കുന്നവരെ തിരിച്ച് ഹിംസിക്കുവാനും ഉള്ള ഒരു പവർ ഹിന്ദുവിനുണ്ട്. ഹിന്ദു എന്നത് സംഘടിച്ച് നിന്നു കഴിഞ്ഞാൽ വലിയ ഒരു ശക്തിയാണ് എന്ന് നമുക്ക് ഇപ്പോൾ നടക്കുന്ന, തിരുനാവായിൽ നടക്കുന്ന മഹാമഖത്തിലൂടെ പ്രത്യക്ഷമായിട്ട് ആ ഹിന്ദുവിൻ്റെ ഒരു വിരാട് രൂപം തന്നെയാണ് നാം അവിടെ കാണുന്നത്. കേരളത്തിൽ ഇത്രമാത്രം ഒരു ഹിന്ദു സംഘാടനം നടന്നത് സംപൂജ്യ സ്വാമിജി മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമികളുടെ ആ ഒരു കോർഡിനേഷൻ പവറും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തി മാത്രം പോരാ, ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി വേണം, ക്രിയാശക്തി വേണം. ഇതെല്ലാം കൂടിച്ചേർന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു ഹിന്ദുവിൻ്റെ ആ ഒരു പ്രഭാവം നമുക്ക് ആ തിരുനാവായ മണൽപ്പുറത്ത് കാണാനായിട്ട് സാധിക്കുന്നു എന്നത് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്.